നമസ്കാരം. മുഖ്യമന്ത്രിയും സർക്കാരും അൻവറിന്റെ ആരോപണങ്ങൾ കേട്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു എന്നായിരുന്നില്ലേ പ്രതിപക്ഷം പറഞ്ഞു നടന്നത്? പരാതി കിട്ടിയാൽ അതിൽ തീരുമാനമെടുക്കാൻ സാവകാശം വേണമെന്ന് ഏതു കുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ്. ഇതാ വിഷയം ഇടതുമുന്നണി യോഗത്തിൽ കൃത്യമായി ചർച്ച ചെയ്തു CPM. അങ്ങനെ അൻവറിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കുവാനും തീരുമാനമായി. ഭരണകക്ഷി MLA ആയ PV അൻവർ MLA ആരോപിച്ച അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. DGP ഷേഖ് ദർവേസ് സാഹിബ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നു. ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം തുടങ്ങിയ അൻവർ മൊഴി നൽകിയ 5 കാര്യങ്ങളിലാണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനം എടുക്കുമെന്നാണ് സൂചന നൽകിയിരിക്കുന്നത്. DGP സർക്കാരിന് സമർപ്പിച്ച ശുപാർശ വിജിലൻസിനെ കൈമാറും. അന്വേഷണം പ്രഖ്യാപിച്ചാൽ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത നേരിട്ടാകും കേസ് അന്വേഷിക്കുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം മറ്റ് ആരോപണങ്ങളിൽ അജിത് കുമാറിന്റെ മൊഴി DGP നേരിട്ട് രേഖപ്പെടുത്തും. സ്വർണ്ണക്കടത്ത് കേസ്, റിദാൻ വധം, തൃശൂർ പൂരം അലങ്കോലമാക്കൽ തുടങ്ങിയവയാകും ഇതിൽ ഉൾപ്പെടുക. ഇന്നോ നാളെയോ നോട്ടീസ് നൽകും. ഓണത്തിന് ശേഷമുള്ള ദിവസമായിരിക്കും MR അജിത് കുമാറിനോട് ഹാജരാകാൻ ആവശ്യപ്പെടുക. അതേസമയം മലപ്പുറം പോലീസിൽ വൻ അഴിച്ചുപണിക്ക് പിന്നാലെ അവധി അപേക്ഷ പിൻവലിച്ചിരിക്കുകയാണ് ADGP MR അജിത് കുമാർ. സ്വകാര്യ ആവശ്യത്തിനായി കുറച്ചുനാൾ മുമ്പ് നൽകിയ അപേക്ഷയിൽ കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് അവധി അനുമതി നൽകിയിരുന്നു. സെപ്റ്റംബർ 14 മുതൽ 17 വരെ 4 ദിവസത്തേക്കാണ് അവധി നൽകിയിരിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അവധി പിൻവലിക്കാൻ അപേക്ഷ നൽകിയത്. കുടുംബവുമായി ചെന്നൈയിലേക്ക് പോകാനായിരുന്നു അജിത് കുമാർ അവധി അപേക്ഷ നൽകിയത്. അജിത് കുമാർ അവധിയിൽ പോകുന്നത് തെളിവ് നശിപ്പിക്കാനാണെന്നും മറ്റു ചിലരെ കാണാനാണെന്നും PV അൻവർ MLA ആരോപണം ഉന്നയിച്ചിരുന്നു. മലപ്പുറം SP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം സ്ഥലം മാറ്റിയത്. മലപ്പുറത്തെ കൂട്ട നടപടിയിൽ ADGPക്ക് മാറ്റമില്ലെന്ന സ്ഥിരീകരണം വന്നതിന് പിന്നാലെയാണ് അജിത് കുമാർ അവധി അപേക്ഷ പിൻവലിച്ചതെന്നും സൂചനയുണ്ട്. സ്വർണം പൊട്ടിക്കൽ, കൊട്ടേഷൻ, കൂട്ടബലാത്സംഗം അടക്കം ആരോപണങ്ങൾ നേരിടുന്ന മലപ്പുറം പോലീസിൽ വൻ അഴിച്ചുപണി നടന്നത്. ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റണമെന്ന് PV അൻവർ MLA മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരനെ വിജിലൻസ് എറണാകുളം റേഞ്ചിലേക്ക് മാറ്റി. പകരം പോലീസ് ആസ്ഥാനത്തെ AIG R വിശ്വനാഥനെ ജില്ലാ പോലീസ് മേധാവിയാക്കി. SP ആയിരുന്ന സുജിത് ദാസിനെ ആരോപണങ്ങളെ തുടർന്ന് പത്തനംതിട്ടയിലേക്ക് മാറ്റിയിരുന്നു. മലപ്പുറത്തെ ക്രൈംബ്രാഞ്ച് SP വിക്രമനെ എക്സൈസിലേക്ക് മാറ്റി. എക്സൈസിലെ വിജിലൻസ് ഓഫീസർ KV സന്തോഷിനെ മലപ്പുറം ക്രൈംബ്രാഞ്ചിലെ SP ആക്കി. മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്ന താനൂർ DYSP VV ബെന്നിയെയും മാറ്റി.